നമ്മുടെ നാട്ടിലെ നോൺ വെജ് ഭക്ഷണപ്രേമികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. ബിരിയാണിയോ അൽഫാമോ കുഴിമന്തിയോ പോലെ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചാൽ ഒപ്പം ഒരു പെപ്സിയോ കൊക്കക്കോളയോ കുടിച്ചാൽ അതൊക്കെ എളുപ്പത്തിൽ ദഹിച്ചോളും. സത്യത്തിൽ ഇത്തരം പാനീയങ്ങൾക്ക് ദഹനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അറിയില്ല. പക്ഷേ ഇതിൽ പെപ്സിക്ക് ദഹനവുമായി ഒരു ബന്ധമുണ്ട്. ദഹനത്തേക്കാൾ ദഹനക്കേടിനാണ് എന്ന് മാത്രം. പെപ്സി എന്ന ബ്രാൻഡ് നെയിം ഉണ്ടാകുന്നത് ഡിസ്പെപ്സിയ എന്ന വാക്കിൽ നിന്നാണ്. ഡിസ്പെപ്സിയ എന്നാൽ ഇൻഡൈജഷൻ അഥവാ ദഹനക്കേട് എന്നാണ് അർത്ഥം. ദഹനത്തിന് സഹായകരമായ പാനീയം എന്ന നിലയിലായിരുന്നു ആദ്യകാലങ്ങളിൽ പെപ്സിയുടെ പരസ്യങ്ങൾ ചെയ്തിരുന്നത്. 1893 ഫാർമസിസ്റ്റായ കാലബ് ബഡ്ഹാമാണ് പെപ്സി കണ്ടുപിടിച്ചത്. ബഡ്ഹാം കണ്ടുപിടിച്ചതുകൊണ്ട് ബാഡ് സ്ട്രിംഗ് എന്നായിരുന്നു പെപ്സി അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1898 മുതൽ ബാഡ് സ്ട്രിങ്ങിൻ്റെ പേര് പെപ്സി കോള എന്നാക്കിയിരുന്നെങ്കിലും 1903 ഔദ്യോഗികമായി ട്രേഡ് മാർക്ക് ചെയ്തതിനു ശേഷമാണ് പെപ്സി കോള എന്ന പേര് വിപണിയിൽ പ്രചാരണം നേടുന്നത്. 1962 കോള എടുത്ത് മാറ്റുന്നവരെ പെപ്സിയുടെ പേര് പെപ്സി കോള എന്ന് തന്നെയായിരുന്നു.